സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൻ്റെ സിനിമകൾ മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. TP ബാലഗോപാലൻ MA, നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അങ്ങനെ ശ്രീനിവാസൻ, സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ അത്ര പ്രിയങ്കരമാണ് മലയാളികൾക്ക്. അത് എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാടിൻ്റെ ഒരു ചലച്ചിത്ര ജീവിതം 40 വർഷത്തോളമായി തുടരുന്ന അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം, അദ്ദേഹത്തിൻ്റെ സമകാലീനരായ സംവിധായകരൊക്കെ കർട്ടന് പിന്നിലേക്ക് മാറിയപ്പോഴും സത്യനന്ദിക്കാട് അതിശക്തനായി മുന്നേറുന്നതിൻ്റെ പിന്നിൽ ഇത്തരം ചില സിനിമകളും ആ സിനിമകൾ മലയാളികളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനവും അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോഴും ഒരു ആകർഷണീയതയാണ്. അതിൻ്റെ തെളിവാണ് ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ. മോഹൻലാൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാളായിട്ടാണ് സന്ദീപ് ബാലകൃഷ്ണൻ. ഹൃദയം മാറ്റിവെച്ച, മറ്റൊരാളുടെ ഹൃദയം സ്വീകരിച്ച ഒരാളായിട്ട് മോഹൻലാൽ അഭിനയിക്കുകയാണ്. അപ്പോൾ ആ നടൻ്റെ അഭിനയ സാധ്യതകളും അതിൻ്റെ സിറ്റുവേഷനുകളും അത് ഉണ്ടാക്കുന്ന ഓരോ ഘട്ടങ്ങളും അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വളരെ രസാവഹമായ ഒരുപാട് മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയാണ് ഹൃദയപൂർവ്വം സത്യനന്ദിക്കാട് ഒരുക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് സത്യനന്ദിക്കാടിൻ്റെ പ്രത്യേകതയും. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ തിരഞ്ഞെടുത്ത് അത് വളരെ ലളിതമായി അവതരിപ്പിച്ച് കേരളീയ ജീവിതത്തിൻ്റെ മൂല്യവും സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിൽ മിടുക്കനാണ് സത്യനന്ദിക്കാട്.